തന്നെ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒഴിച്ചിട്ട് ആ തൈരിൻ്റെ പാട നമ്മൾ വെട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അത് നമ്മൾ ഫ്രിഡ്ജിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 2 ഗ്ലാസ് ആയിട്ട് ആ പാടയാവുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ അതിനെ അവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതെടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിക്കണം. നമുക്ക് ആ ഫസ്റ്റ് ക്ലിപ്പിങ്ങിൽ കാണാം മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു പത പോലൊക്കെ ഒരു വെള്ള കളറിൽ ഒരു പത പോലെ കാണും. ആ പതയുന്ന പരുവമാകുമ്പോൾ നമ്മളതെടുത്തിട്ട് ഒരു അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ നമുക്ക് നന്നായിട്ട് മത്തിട്ട് കടയാൻ പറ്റിയ രീതിയിലുള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ മത്തിട്ട് നന്നായിട്ട് പതപ്പിക്കുക. ഇങ്ങനെ കടയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതായിട്ട് ആ വെണ്ണ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ അടിയുന്നതായിട്ട്. നല്ല ടേസ്റ്റുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കിതാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് തേച്ച് കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇത് നമ്മൾ ഓർഗാനിക്കായിട്ട് ഉണ്ടാകുന്നതാണ്. ഇതിനകത്ത് വേറൊരു പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടുള്ളതല്ല. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതാണ്. പിന്നെ നമുക്കിത് ഉരുക്കി സൂക്ഷിക്കാൻ പറ്റും നെയ്യായിട്ട് തന്നെ. അപ്പോൾ ഇതിനധികം ടൈമൊന്നും എടുക്കത്തില്ല, ഒട്ടും ടൈം വേസ്റ്റ് ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ കീപ്പ് ചെയ്യുക. നെയ്യ് അതിനെ പാട വെട്ടി മാറ്റിയിട്ട് ചിലർ പാല് തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ പാട വെട്ടി മാറ്റി വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ പാലിനെ വെട്ടി മാറ്റിയാൽ പിന്നെ അതിന് ഗുണമില്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ തൈരെടുക്കും. അപ്പോൾ തൈരാകുമ്പോഴത്തേക്ക് നമുക്ക് തൈരിനകത്ത് പാടയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇങ്ങനൊരു ഉപയോഗം കൂടിയാണ്. കണ്ട അമ്മൂമ്മയാണ് ഇപ്പോൾ കുറച്ച് നമ്മളെ കടയാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ കടയുമ്പോഴത്തേക്ക് ആ വെള്ളയിൽ നിന്ന് ഇതിങ്ങനെ ഈ മഞ്ഞ കളറായി മാറും. എന്നിട്ട് അതൊരു സൈഡിലോട്ട് അതിങ്ങനെ ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് നമുക്കതൊരു പ്ലാവില കൊണ്ടോ പ്ലാവിലയാകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാവില എടുക്കുന്നത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, പ്ലാവില കൊണ്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ കോരി ഒരു തണുത്ത വെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പ് വെള്ളത്തിനകത്തോ തണുത്ത വെള്ളത്തിലോട്ടിടണം. തണുത്ത വെള്ളത്തിലോട്ടിട്ടിട്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് എല്ലാം കോരി എടുത്തതിന് ശേഷം ഒന്നും കൂടെ മത്ത് കൊണ്ടൊന്ന് കറക്കണം. അപ്പോൾ ലാസ്റ്റ് കുറച്ചുകൂടെ അതും കൂടി ഇങ്ങനെ സൈഡിലേക്ക് വരും. അപ്പോൾ നമ്മളതെല്ലാം കോരി എടുത്ത് ഒരു തണുത്ത വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിനകത്തോട്ട് ഇടണം. എന്നിട്ട് അതിനെ സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെണ്ണയായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഫ്രിഡ്ജ് വെച്ചാൽ അത്ര പെട്ടെന്ന് ഇത് കനച്ചൊന്നും പോവുകയില്ല. ലോങ് ടൈമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഉരുക്കി വെക്കാനും പറ്റുന്നതാണ്. എളുപ്പമാണ്, ഈസിയാണ്. പിന്നെ രാത്രിയിലാണ് ഇത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വെണ്ണ കിട്ടാൻ എളുപ്പമാണ്. ഈ ഡേ ടൈമിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല ഇത് കിട്ടാൻ.